സർവാധരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ AC ഉസ്മാൻ, സ്വാഗതം ആശംസിച്ച ഈ സന്ധാനം നടത്തുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സൈസ് സാധുവലി, PM അബ്ദുൽ സലാം മുഹമ്മദ്, ഹംസ മധുവി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ ആണ്ട് നേർച്ചയിൽ വർഷങ്ങളായി പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പുത്തപ്പള്ളി ഞാറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഞാറും മാത്രമല്ല ഒരു പ്രസ്ഥാനമാണിത്. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ജനങ്ങളെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി പുത്തപ്പള്ളി ഞാറും കമ്മിറ്റിക്ക് വർഷങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ മതങ്ങളും അതിൻ്റെ അന്തസത്ത, മനുഷ്യസ്നേഹവും സാഹോദര്യവും മാനവികത, അതിൽ ഏതാനും വ്യക്തികൾ വ്യതിചലിക്കുന്നത് കൊണ്ട് ആ മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മാനവികത ചിലപ്പോഴെല്ലാം നഷ്ടപ്പെടുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന തൻ്റെ ഇടം കാണിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ടുമുണ്ട് നമുക്കുള്ളത്. നമ്മൾ ഈ പുത്തമ്പള്ളി ജാറം വെക്കുന്നത് വന്നേരി നാട്ടിലാണ്. ഈ വന്നേരി നാടിന് ഒരു പ്രത്യേകതയുണ്ട്. സാമൂഹ്യമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി എല്ലാം പ്രബുദ്ധതയുള്ള ഒരു പ്രദേശമാണ് വന്നേരി നാട്. ഈ വന്നേരി നാടിൻ്റെ പ്രത്യേകത ഈ പ്രബുദ്ധതയുടെ കാരണം കൊണ്ട് തന്നെ ഒരു വർഗീയ സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു ഭൂമിയാണ് വന്നേരി. ഈ വന്നേരിക്ക് അപ്പുറത്തും ഇപ്പുറത്തും പലപ്പോഴും ചില വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വന്നേരി നാട്ടിന് ആ സംഘർഷത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും നിറവേറ്റിട്ടില്ല എന്നത് ഈ നാട്ടിലെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന ഈ പുത്തമ്പള്ളിയിലെ ഞാറത്തിൻ്റെ ഒക്കെ നന്മയുടെ ഫലമായിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ സ്നേഹവും ആ സാഹോദര്യവും ആ മാനവികതയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലത്താണ് ഇപ്പോൾ ഈ 105ാമത് വാർഷിക, ഈ ആണ്ട് 15ാമത് വാർഷികം നടക്കുന്നത്, ആണ്ട് നേർച്ചയാണ്. നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ലോക സാഹചര്യമല്ല. ഇന്ന് ഇസ്രയേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഗാസ ഞങ്ങൾ കൈയടക്കും. പിഞ്ചു കുട്ടികളടക്കം 10,000-ങ്ങളെ നിഷ്ഠൂരം വധിച്ചുകൊണ്ട് മാനവികതയുടെ ഒരംശം പോലും തീണ്ടാത്ത രൂപത്തിലേക്കുള്ള അതിക്രൂരമായ ഈ നടപടിക്ക് മനുഷ്യസ്നേഹികളെല്ലാം അപലപിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഉണ്ട് എന്ന് നമ്മൾ കാണണം. അത് അവിടെ മാത്രമല്ല, പല സ്ഥലത്തും നമുക്കുണ്ട്. വംശീയതയുടെ പേരിൽ തെറ്റായ രൂപത്തിലേക്കുള്ള നടപടികൾ നമ്മുടെ രാജ്യത്തും ഇന്ത്യ രാജ്യത്തും ഉയർന്നു വരുന്നുണ്ട്. അതിനൊക്കെ എതിർക്കാനും ചെറുക്കാനും കഴിയുമെങ്കിൽ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്ക് ഉദ്ഘോഷിക്കാനുള്ളത്. എല്ലാ മതങ്ങളും ഉദ്ഘോഷിച്ചിട്ടുള്ള മാനവികത, ഇസ്ലാം മതമാണെങ്കിൽ നമുക്കറിയാം ഒരിക്കലും തീവ്രവാദത്തെ അനുകൂലിക്കാത്ത ഒരു മതമാണ്, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മതമാണ്. ഇസ്ലാം ചരിത്രത്തിലും യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നേരിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. ഹിന്ദു പുരാണങ്ങൾക്കകത്ത് പല യുദ്ധങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം രാമായണ മാസമാണ്. ആ രാമായണത്തിൻ്റെ 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗം അക്ഷരം പഠിപ്പിക്കുക എന്നതായിരുന്നു, ഭാഷയ്ക്കൊരു കയ്യും കണക്കുണ്ടാക്കി കൊടുക്കുക എന്നായിരുന്നു. രണ്ടാമത്തെ ഭാഗം യുദ്ധത്തിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗം രാജ്യഭരണത്തിൻ്റെ ഭാഗമാണ്. ആ രാജ്യഭരണം ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യസ്നേഹത്തിന് വേണ്ടി എന്നാണ് ഉദ്ഘോഷിച്ചത്.
അപ്പോൾ എല്ലാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഉദ്ഘോഷിക്കുന്നു. പക്ഷേ അത് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പുത്തമ്പള്ളി ഈ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പുത്തമ്പള്ളി ജാഥ കമ്മിറ്റി ഈ വന്നേരി നാട്ടിൽ തലയുയർത്തി നിൽക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു MLA എന്ന നിലയ്ക്ക് അഭിമാനകരമായൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രവർത്തനവുമായി എല്ലാത്തോടും വെച്ച് മുന്നോട്ട് പോകാം. മനുഷ്യസ്നേഹത്തിന് സന്ദേശമാവട്ടെ ഈ ആണ്ടുനേർച്ച. അതിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു ചില പരിപാടികൾ പങ്കെടുക്കാൻ നിർബന്ധമുള്ളതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ള അനുവാദം ഇവിടുത്തെ കമ്മിറ്റി തരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. നന്ദി, നമസ്കാരം. താങ്ക് യു. സന്നദ്ധദാന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ നമ്മുടെ MLA P. നന്ദകുമാർ 1000 സന്തോഷങ്ങൾ നേരുന്നു. വേദിയിൽ KMM ഹിഫ്ള് കോളേജിൽ നിന്ന് ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ഹിഫ്ള് പാരായണ സനത് ദാനവും നടക്കുന്നു. നേതൃത്വം നൽകുന്നു ഹിഫ്ള് കോളേജ് പ്രിൻസിപ്പാൾ ഹാഫിൽ സിദ്ദീഖ് ലത്തീഫി. ആദരങ്ങളോടെ ക്ഷണിക്കുന്നു.